പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. എ.എ.വൈ അന്ത്യോ അന്ത്യോദയ അന്ന യോജന എന്നാണ് അത് അറിയപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു ദാരിദ്ര്യ ലഘൂകരണ സ്കീമാണ് ഈ എ.എ.വൈ. കേരളത്തിൽ 5 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഉണ്ടാകുമെന്നാണ് 2022 സെൻസസ് പ്രകാരം കണ്ടെത്തിയിട്ടുള്ളത്. അവർക്ക് സബ്സിഡിയായിട്ടും പൈസ നൽകാതെയും ഏകദേശം 35 കിലോ അരിയും ഗോതമ്പും മണ്ണെണ്ണയും എല്ലാം ലഭിക്കുന്നുണ്ട്. സൗജന്യമായും ലഭിക്കുന്നുണ്ട്, സബ്സിഡിയിലും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഈ എ.എ.വൈ ഗുണഭോക്താക്കളിൽ പലരും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഒറ്റയ്ക്ക് വനിതകളോ സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരോ ആയിട്ടുള്ള ആളുകൾ ഒറ്റയ്ക്കാണ് കൂടുതലും, എല്ലാവരും അല്ല, കൂടുതലും ആളുകൾ ഉള്ളത്. അവർക്ക് ഈ 35 കിലോ അരിയും ഗോതമ്പും മറ്റ് സാധനങ്ങളും ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, സത്യമാണ്. ആവശ്യമില്ല. പക്ഷെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. അവർ ഈ വാങ്ങിച്ച് കൂട്ടുന്ന അരി മറ്റുള്ളവർക്കത് മറിച്ച് വിൽക്കുന്നു. കൂടുതൽ വിലയ്ക്ക് മറിച്ച് വിൽക്കുന്നു. ഇതാണ് സാഹചര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം, എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഇത്രയും ആഹാര സാധനങ്ങൾ അവർക്ക് നൽകുന്നത്? നൽകണ്ട എന്നല്ല, എല്ലാവർക്കും നൽകണ്ട എന്നല്ല, അർഹതപ്പെട്ടവർക്ക് നൽകി. അതുപോലെ തന്നെ അർഹതപ്പെട്ട പെൻഷനേഴ്സ് ഉണ്ട്. അവരുടെ റേഷൻ കാർഡ് വെള്ളക്കാർഡാണ്. ഈ വെള്ളക്കാർഡുള്ള ആളുകൾക്ക് ഈ സബ്സിഡിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, പൈസ ഇല്ലാതെയോ അവർക്ക് ഫ്രീ ആയിട്ടോ അവർക്ക് അരിയോ ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് അവർക്ക്, അതായത് പാവപ്പെട്ടവർക്ക്, വരുമാനം കുറഞ്ഞ പെൻഷനേഴ്സ് അല്ലെങ്കിൽ വെള്ളക്കാർഡിൽ അർഹരായ പാവപ്പെട്ടവർ ഒരുപാടുണ്ട്, നിരവധിയുണ്ട്. അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തി അവർക്ക് ഇതുപോലുള്ള സഹായം, അത് കുടുംബത്തിൽ ഒരുപാട് ആളുകൾ, അതായത് ഒരു ഫാമിലി 4, 5, 6 പേര് ഉള്ള കുടുംബങ്ങളുണ്ട്. ഒരു പെൻഷനറിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഫാമിലികൾ ഒരുപാടുണ്ട്. അന്വേഷിക്കണം, സർവേ നടത്തണം, കണ്ടെത്തണം, യഥാർത്ഥത്തിൽ കണ്ടെത്തണം. എന്നിട്ട് അവർക്ക് ഉള്ള ധാന്യങ്ങൾ, മറ്റ് സാധനങ്ങൾ കൊടുക്കുവാനുള്ള ഏർപ്പാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് അറിയിക്കുന്നതോടുകൂടി ഞാൻ നിർത്തുന്നു. നമസ്കാരം.